ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുവാനുള്ള വിഷയം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകാൻ ഇടയാകരുത്. ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുവാൻ, ദൈവത്തിൽ കൂടുതലായി ചാരുവാൻ നാം ഇടയാകണം. കഷ്ടതയുടെ നടുവിലും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ നമുക്കിടയാകുന്നുവെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അപ്രകാരം ദൈവസ്ഥനിലേക്ക് കൂടുതൽ അടുത്ത് ദൈവകൃപയിൽ മുന്നേറുന്നവരായി തീരുമെങ്കിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കാനിടയായിത്തീരും. ഹല്ലേലൂയ. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യോസഫിന്റെ ജീവിതത്തിൽ, തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഉണ്ടായ കഷ്ടങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഇതാ ഹല്ലേലൂയ, പൊട്ടക്കിണറ്റിൽ സഹോദരന്മാർ എടുത്തിട്ടു. അവന്റെ ഉടുപ്പ് വലിച്ചൂരി അവനെ ഹല്ലേലൂയ പൊട്ടക്കിണറ്റിലിടുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് എടുത്ത് ഹല്ലേലൂയ എന്ത് ചെയ്തു? അടിമ വീട്ടിലേക്ക് വിടുന്നു. ഹല്ലേലൂയ. അവിടെ ഒക്കെയും അവൻ തകർന്നില്ല. അത് കഴിഞ്ഞു ഇതാ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് പോകുന്നു. കാരാഗ്രഹത്തിലും അവൻ തകർന്നില്ല. ദൈവത്തോട് പറ്റിയിരിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ നിന്ന് അവനെ കൊണ്ടുപോയത് എങ്ങോട്ടാണെന്ന് അറിയാമോ? ഈ പരീക്ഷകളൊക്കെ ജയിക്കാനിടയായപ്പോൾ അവനെ കൊണ്ടുപോയത് കൊട്ടാരത്തിലേക്ക്. ഇതാ രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനത്തിലേക്ക് അവനെ ഉയർത്തി. പേര് കൊണ്ട് മാത്രം രാജാവ് ഉയർന്നിരിക്കുമ്പോൾ സകല കാര്യങ്ങളും രാജ്യത്ത് നടത്തുന്നത് യോസഫായി മാറി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കഷ്ടതയിൽ മാറി നിൽക്കുന്നതിനെ അല്ല ദൈവത്തിന് ആവശ്യം. കഷ്ടതയിൽ കർത്താവിനോട് ഒപ്പം ഇരിക്കുമെങ്കിൽ കർത്താവ് നിന്നെ ഉയർത്തുവാൻ ശക്തനായ ദൈവമാ. നിന്റെ കഷ്ടതകൾ കണ്ട് മാറി നിൽക്കുന്ന ദൈവമല്ല. അവൻ നിന്നെ ശക്തീകരിക്കും, അവൻ നിന്നെ ബലപ്പെടുത്തും. അടുത്തൊരു സ്ഥലത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. ഞാൻ പറയട്ടെ, 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയവൻ മാത്രമേ 11ാം ക്ലാസ്സിലേക്ക് ജയിച്ചവന് മാത്രം 10ാം ക്ലാസ് ജയിച്ചവന് മാത്രമേ 11ാം ക്ലാസ്സിലേക്ക് കയറാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളിൽ ജയിക്കുവാൻ ഇടയാകുമെങ്കിൽ ദൈവം നിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തിയുതങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവത്തോട് അകന്നു പോകുന്നവരായിട്ടല്ല, ദൈവത്തിലേക്ക് അടുത്തു നിന്ന്, യേശുവിലേക്ക് അടുത്തു നിന്ന് പുത്തൻ കൃപകൾ പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ഇതാ പൗലോസ് പറയുക, കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പറയുക, കർത്താവിൽ പിന്നെയും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾ അപ്രകാരം ദൈവത്തോട് അടുത്തിരുന്ന് സന്തോഷിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തെ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കുവാനിടയായിത്തീരും. കഷ്ടങ്ങൾ മാറിപ്പോകാനിടയായിത്തീരും. ഹല്ലേലൂയ. നമുക്കറിയാം, അടുത്ത വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തതും തികഞ്ഞവരും സമ്പൂർണ്ണനും ആകേണ്ടതിന്. അവിടെ പറയോ, ഇങ്ങനെ ആയി കഴിഞ്ഞാൽ, നമ്മൾ സന്തോഷിക്കാൻ ഇടയായി തീർന്നാൽ നമ്മൾ ഒന്നിലും കുറവില്ലാത്തവരായി മാറും, അല്ലെ സമ്പൂർണ്ണരായി മാറും, അല്ലെ തികഞ്ഞവരായി മാറും. ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക, എല്ലാത്തിനും തികഞ്ഞവരായി മാറുവാൻ. നാളെ പ്രതിസന്ധികൾ കണ്ട് തകർന്നു പോകുന്നവരായിട്ടല്ല, മറ്റുള്ള പ്രതിസന്ധി വലിച്ചെടുക്കാനുള്ള ദൈവകൃപ നിന്റെ മേൽ ദൈവം പകരാൻ ആഗ്രഹിക്കുകയാണ്.